നിങ്ങൾ യഥാർത്ഥ ദൈവത്തിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമ്പന്നതയും സുഖവും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മറിച്ച് നിങ്ങൾക്ക് വേദനയും ദുഃഖവും ദുരിതവുമാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ദൈവം യഥാർത്ഥമല്ല, അത് സത്യമല്ല. അത് സത്യമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. ഇതാണ് ബോധശാസ്ത്രം ഉയർത്തിക്കാണിക്കുന്നത്. ബോധശാസ്ത്രത്തിന്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ലോകത്തുള്ള ഭൂരിഭാഗം ജനങ്ങളും മതിഭ്രമ ആത്മീയതയ്ക്ക് അടിമകളായപ്പോൾ പുരോഹിതവർഗം ശക്തമായ ഡിസിപ്ലിൻ അഥവാ ശക്തമായ നിയമങ്ങൾ, ആത്മീയ നിയമങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ മനുഷ്യരെ ഒന്നുകൂടി അടിമകളാക്കി മാറ്റി. ഒരു കൂട്ടർ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ എതിർക്കരുത്, അത് ദൈവനിന്ദയാണ്, അത് ശക്തമായ പാപമാണ്. മതിഭ്രമ ആത്മീയതയിൽ ദൈവം വ്യത്യസ്ത അനുഭവങ്ങളായി മാറിയപ്പോൾ അനേകം വ്യത്യസ്ത മതങ്ങൾ രൂപം കൊണ്ടു. ഈ മതങ്ങൾ ഓരോന്നും അവരുടേതായ നിയമസംഹിതകൾ ഉണ്ടാക്കി മനുഷ്യനെ അടിമകളാക്കി. ഒരു കൂട്ടർ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് ചില കൽപ്പനകൾ തന്നിട്ടുണ്ട്, പ്രവാചകനിലൂടെ ചില കൽപ്പനകൾ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ അനുസരിക്കണം. നിങ്ങളത് അനുസരിച്ചില്ലെങ്കിൽ ദൈവകോപമുണ്ടാകും, നിങ്ങളുടെ ജീവിതം തകർന്നു പോകും. മറ്റൊരു കൂട്ടർ പറഞ്ഞു, മനുഷ്യർ പാപികളാണ്, മനുഷ്യൻ ജനിക്കുന്നത് തന്നെ പാപത്തോടു കൂടിയാണ്, അതിനവർ ജന്മപാപം എന്ന് വിളിച്ചു. ഈ പാപത്തെ പരിഹരിക്കണം, അതിന് നീ ദൈവത്തെ വിശ്വസിക്കണം, മതിഭ്രമ അനുഭവമായ ദൈവത്തെ നീ വിശ്വസിക്കണം. ഇന്ത്യയിലെ മതങ്ങൾ പറഞ്ഞു, എനിക്ക് ബന്ധനമുണ്ട്, അതുകൊണ്ട് മോക്ഷം വേണം. ഇങ്ങനെ ഓരോ മതക്കാരും ഓരോ രീതിയിൽ അവരുടെ വിശ്വാസികളെ തളച്ചിട്ടു. എന്താണ് അനുസരണക്കേട്? അവർക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എപ്പോഴാണ് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത്? കുറെ മുടന്തൻ ന്യായങ്ങൾ മാത്രം ബാക്കി. ദൈവത്തിന്റെ നിയമങ്ങൾ ദൈവത്തിൽ നിന്ന് തന്നെ വന്നതാണോ? തെളിവുകളില്ല. മനുഷ്യൻ തന്നെ നിയമങ്ങളുണ്ടാക്കി അത് ദൈവത്തിന്റെ പേരിൽ പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാണ് എനിക്ക് ബന്ധനമുള്ളത്? എപ്പോഴാണ് എനിക്ക് മോക്ഷം വേണ്ടത്? ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങളുടെ ഉത്തരം ലഭിക്കാതെ പോയപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യർ ഇത്തരം അധമ ആത്മീയതയിൽ നിന്നും അകന്നു നിന്നു. അങ്ങനെ വിശ്വാസികളെ പല രീതിയിൽ ഭയപ്പെടുത്തി അവരെ ചൂഷണം ചെയ്തു. ഇന്ന് കോടിക്കണക്കിന് നിഷ്കളങ്കരായ സന്യാസികൾ ഇത്തരം അധമ ആത്മീയതയിൽ ലക്ഷ്യം കാണാതെ ഉഴലുന്നു. കാരണം ഇതല്ലാത്ത മറ്റൊരു ആത്മീയത ഇന്നുവരെ ലോകം കണ്ടിട്ടില്ല. ബോധശാസ്ത്രം വ്യത്യസ്തമായ ഒരു ആത്മീയതയാണ് മനുഷ്യന്റെ മുൻപിൽ വയ്ക്കുന്നത്. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും മനസ്സിലാക്കാവുന്നതും ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഒരു ആത്മീയത. അധമ ആത്മീയതയുടെ ദൈവം ശക്തി പ്രാപിക്കുന്നത് സൃഷ്ടിയുടെ കർമ്മം അതിൽ ആരോപിക്കുമ്പോഴാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമാണ്. എല്ലാ മതങ്ങളും ഒരുപോലെ പറയുന്ന ഒരു സത്യമാണിത്. മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും ദൈവമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവം വിധികർത്താവാണ്. അപ്പോൾ ബോധശാസ്ത്രം സാമാന്യ ബുദ്ധിയോടുകൂടി ഒരു ചോദ്യം ചോദിക്കുന്നു, ആരാണ് ദൈവം? നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? എല്ലാ മതങ്ങളും എല്ലാ ആത്മീയ ശാസ്ത്രങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു, ദൈവം പരമാനന്ദ സ്വരൂപമാണ്. അപ്പോൾ ബോധശാസ്ത്രം ചോദിക്കുന്നു, പരമാനന്ദ സ്വരൂപനായ ദൈവം എന്തുകൊണ്ട് എങ്ങനെ വേദന നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യ ശരീരം സൃഷ്ടിച്ചു? ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കാൻ പാടുപെടുമ്പോൾ അവരെല്ലാവരും ശക്തമായ വേദനയ്ക്ക് എന്തുകൊണ്ട് വിധേയമാകുന്നു? ദൈവത്തിൽ ഇല്ലാത്ത വേദന എങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയിൽ വന്നു? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അധമ ആത്മീയതയിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ഇതിനുത്തരമുണ്ടോ? ദൈവം പരമാനന്ദ സ്വരൂപമാണെന്ന് ബോധശാസ്ത്രമല്ല പറഞ്ഞത്, മതങ്ങളും ആത്മീയ ശാസ്ത്രങ്ങളും തന്നെയാണ്. ഒരു ബുദ്ധിമാനായ എഞ്ചിനീയർ ഒരു ബിൽഡിംഗ് വയ്ക്കുമ്പോൾ, ഒരു കെട്ടിടം വയ്ക്കുമ്പോൾ കമ്പിയില്ലാതെ ആ കെട്ടിടം വാർക്കാൻ ശ്രമിക്കുമോ? ഇല്ല. കാരണം അയാൾക്കറിയാം ആ കെട്ടിടം നിലനിൽക്കില്ല, അതിടിഞ്ഞു വീഴും. അയാൾ ഒരിക്കലും അതിനെ അനുവദിക്കില്ല. അപ്പോൾ സൃഷ്ടിയുടെ വൈകല്യം അറിഞ്ഞാൽ ഒരു സൃഷ്ടികർത്താവും അത്തരം വൈകല്യമുള്ള സൃഷ്ടി നടത്തുകയില്ല. അപ്പോൾ ദൈവം മനുഷ്യനേക്കാൾ വിഡ്ഢിയാണെന്ന് വരുന്നു. ഇവിടെയാണ് നാം പുനർചിന്തിക്കേണ്ടത്. നമ്മുടെ ദൈവസങ്കല്പം ശരിയാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ഇവിടെയാണ്. 2, ഭീമാകാരമായ ശക്തി
ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഭീമാകാരമായ ശക്തികൾ, ഇടിമിന്നൽ, ഭൂമികുലുക്കം, ഇങ്ങനെയുള്ള ശക്തികൾ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവമാണ് ഈ ശക്തിയുടെ പ്രഭവ കേന്ദ്രം എന്നാണ് മതങ്ങൾ വാദിക്കുന്നത്. പ്രപഞ്ചത്തിന് പുറത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിൽ നിന്നും പുറത്തു നിൽക്കുന്ന ഒരു ശക്തിയാണോ ദൈവം? ഇതാണ് ബോധശാസ്ത്രം ചോദിക്കുന്നത്. അങ്ങനെ ഒരു ശക്തിയാണെങ്കിൽ അത് നമുക്ക് തെളിയിക്കാൻ കഴിയണം. ഇന്ന് വരെ ദൈവം പുറത്തു നിൽക്കുന്ന ഒരു ശക്തിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് സത്യമല്ല എന്ന് ബോധശാസ്ത്രം ഒരിക്കലും പറയുകയില്ല. അപ്പോൾ ദൈവം ശക്തിയല്ല, അല്ലെങ്കിൽ ശക്തിയുടെ സൃഷ്ടാവല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ദൈവത്തെ കാണാൻ കഴിയുക. അങ്ങനെ വസ്തുനിഷ്ഠതയോടെ ദൈവത്തെ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഭയം മൂലമുള്ള അധമ ആത്മീയതയുടെ മതിഭ്രമ ദൈവം നമ്മളിൽ നിന്നും അപ്രത്യക്ഷമാകും. അനേക വർഷങ്ങളുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ബോധശാസ്ത്രം അതാണ് തെളിയിക്കാൻ ശ്രമിച്ചത്. വസ്തുനിഷ്ഠതയോടുകൂടിയുള്ളൊരു ദൈവസങ്കല്പം, അതൊരു സങ്കല്പമായിരിക്കരുത്, അതൊരു അനുഭവമായിരിക്കണം. കാരണം അനുഭവമാണ് വാസ്തവത്തെ നിർണയിക്കുന്നത്. അതുകൊണ്ട് നാം ഒരു ദൈവത്തെ സങ്കല്പിച്ചാൽ ആ ദൈവം നമ്മുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനുഭവമായി മാറണം. ഇന്ന് അധമ ആത്മീയതയിൽ ജീവിക്കുന്ന മനുഷ്യരെ നോക്കുക. അവർ എന്നും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുന്നു, നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നു, അവർ ഉപവാസം അനുഷ്ഠിക്കുന്നു. അങ്ങനെ ധാരാളം ആത്മീയ സാധനങ്ങൾ ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ ദുഃഖവും വേദനയും മാറിയിട്ട് നേരമില്ല. ഇത് നാം എങ്ങനെ വിശദീകരിക്കും? ചിന്തിച്ചു നോക്കുക. നാം പറയുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ അനുഭവിക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നു, ദൈവ നിയമങ്ങൾ ഞാൻ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നിട്ടും എന്തേ എൻ്റെ ദുരിതങ്ങളും വേദനകളും മാറാത്തത്? ഇത് തികച്ചും യുക്തിക്ക് നിരക്കുന്നതല്ല. നിങ്ങൾ യഥാർത്ഥ ദൈവത്തിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമ്പന്നതയും സുഖവും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മറിച്ച് നിങ്ങൾക്ക് വേദനയും ദുഃഖവും ദുരിതവുമാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ദൈവം യഥാർത്ഥമല്ല, അത് സത്യമല്ല. അത് സത്യമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. ഇതാണ് ബോധശാസ്ത്രം ഉയർത്തിക്കാണിക്കുന്നത്. ബോധശാസ്ത്രം ഒരു മതത്തിൻ്റെയോ ഒരു ആത്മീയതയുടെയോ ദൈവത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, അതിനെ വസ്തുനിഷ്ഠമായി കാണാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മുടെ ആത്മീയതയ്ക്ക് പറ്റിയ ദോഷം? ഇതാണ് ബോധശാസ്ത്രം നോക്കുന്നത്. അല്ലാതെ ബോധശാസ്ത്രം ഒന്നിനെയും എതിർക്കുകയോ അല്ലെങ്കിൽ ഒന്നിനും എതിരാകുകയോ ചെയ്യുന്നതല്ല. ബോധശാസ്ത്രം ഉയർത്തിക്കാണിക്കുന്ന ചോദ്യങ്ങൾ വളരെ ലളിതമാണ്. ആ ചോദ്യങ്ങൾക്ക് നാം ഉത്തരം കാണണം, കണ്ടെത്തിയേ പറ്റൂ. പ്രപഞ്ച സൃഷ്ടിയും അതിലടങ്ങിയിരിക്കുന്ന ഭീമാകാരങ്ങളായ ശക്തികളും ദൈവത്തിൽ നിന്നാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചതാണ് എന്നാണ് മതങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരുന്നു. പ്രകാശമാണോ കൂടുതൽ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ സൂര്യനാണോ? സൂര്യൻ എന്ന ശക്തമായ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുത്തുന്നത് അതിലെ പ്രകാശമാണ്. അപ്പോൾ പ്രകാശത്തേക്കാൾ കൂടുതൽ യാഥാർത്ഥ്യം സൂര്യനാണെന്ന് വരുന്നു. അതായത് സൃഷ്ടിയേക്കാൾ യാഥാർത്ഥ്യം സൃഷ്ടികർത്താവാണ്. അതാണ് ബോധശാസ്ത്രം പറഞ്ഞു വരുന്നത്. അങ്ങനെ സൃഷ്ടിയേക്കാൾ യാഥാർത്ഥ്യം സൃഷ്ടികർത്താവാണെങ്കിൽ ആ സൃഷ്ടികർത്താവിനെയാണ് നാം ആദ്യം അനുഭവിക്കേണ്ടത്. അത്തരം ഒരു സൃഷ്ടികർത്താവിനെ നാം ഇതുവരെ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. വൈകല്യമുള്ള ഒരു സൃഷ്ടി നടത്തിയിട്ട് ആ സൃഷ്ടികർത്താവ് എവിടെയോ മറഞ്ഞിരിക്കുന്നു. കാരണം സൃഷ്ടിയിൽ പാകപ്പിഴ വന്നിരിക്കുന്നു, സൃഷ്ടിയിൽ വേദന വന്നിരിക്കുന്നു. അപ്പോൾ ആ സൃഷ്ടിയിലുള്ള മറ്റൊരു സൃഷ്ടിക്ക് തീർച്ചയായിട്ടും ഒരു വൈകല്യം വന്നാൽ അതവിടെ ന്യായീകരിക്കപ്പെടുന്നു. അതിൻ്റെ ഉത്തരം അന്വേഷിക്കേണ്ട കാര്യമില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ മതിഭ്രമ ദൈവം നമ്മളിൽ നിലനിൽക്കുന്നത്. പക്ഷേ നാം ഒരിക്കലും ആ ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്തിട്ടില്ല. ഇന്ന് ശാസ്ത്രം പ്രപഞ്ചത്തിലെ ഒട്ടുമിക്ക ശക്തികളെക്കുറിച്ചും വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശക്തിയുടെ ഉറവിടമായ ദൈവത്തെക്കുറിച്ച് മാത്രം അവർക്ക് യാതൊന്നും അറിയില്ല. അപ്പോൾ ബോധശാസ്ത്രം ചോദിക്കുന്നു, ഏറ്റവും കൂടിയ യാഥാർത്ഥ്യത്തിൽ നിന്നല്ലേ ഈ ശക്തികൾ വന്നിരിക്കുന്നത്? അപ്പോൾ ഈ ശക്തികളെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ സ്രോതസ്സായ ദൈവത്തെ കണ്ടുപിടിക്കേണ്ടതല്ലേ
എന്നിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? 2, ദൈവം സത്യമാണെങ്കിൽ എന്തിനാണ് മനുഷ്യരിൽ നിന്നും ദൈവം മറഞ്ഞിരിക്കുന്നത്? അത്ഭുതങ്ങളും അതീന്ദ്രിയ ശക്തികളും മായാജാലങ്ങളും കൊണ്ട് എത്രയോ 1000 വർഷമായി മനുഷ്യനെ ഈ മതിഭ്രമ ദൈവം കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ആധുനിക മനുഷ്യൻ ഉണരണം. യഥാർത്ഥ ദൈവത്തെ അവൻ കണ്ടെത്തണം. യഥാർത്ഥ ദൈവത്തെ അവൻ അനുഭവിക്കണം. ദൈവം ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണെങ്കിൽ ആ യാഥാർത്ഥ്യത്തെയാണ് നാം ഏറ്റവും ആദ്യവും ഏറ്റവും വ്യക്തമായും അനുഭവിക്കാൻ കഴിയേണ്ടത് എന്ന സത്യം നാം എല്ലാവരും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. വസ്തുനിഷ്ഠവും യഥാർത്ഥവുമായ ഒരാത്മീയതയിലേക്ക് പോകുന്നതിന് മുമ്പ് നാം 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. 1, ഒരു വ്യക്തിയുടെ ആത്മാവ് തുടർച്ചയാണോ? അതിന് നാം വ്യക്തമായ ഉത്തരം കാണണം. 2, പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഭീകരമായ ശക്തികൾ ദൈവത്തിൽ നിന്നാണോ വരുന്നത്? ദൈവം പുറത്തു നിൽക്കുന്ന ഒരു ശക്തിയാണോ? ഈ സൃഷ്ടികർമ്മം മുഴുവനും നടത്തിയത് ദൈവമാണോ? ഇതാണ് 2ാമത്തെ ചോദ്യം. 3, യഥാർത്ഥമായ ദൈവം ആരാണ്? അത് എന്താണ്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.